കഴിഞ്ഞ ദിവസവും ഇന്നും പെയ്ത ശക്തമായ മഴയിലാണ് വയനാട്ടിൽ മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നത്. 30-ൽ പരം ആളുകളാണ് ഇവിടെ കുടുങ്ങിക്കിടക്കുന്നതായി പ്രാഥമിക വിവരം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. വീണ്ടും മണ്ണിടിയാൻ സാധ്യതയുണ്ടെന്നും ജാഗ്രത പാലിക്കണമെന്നുമുള്ള മുന്നറിയിപ്പും നിലനിൽക്കുന്നുണ്ട്. കനത്ത മഴയ്ക്കിടെ വയനാട് കള്ളാടിയിൽ തുരങ്കപാതയുടെ പദ്ധതി പ്രദേശത്തിന് സമീപമായിരുന്നു മണ്ണിടിഞ്ഞത്. തുരങ്കപാതയ്ക്കായി നിർമ്മിച്ച കോൺക്രീറ്റ് ഭിത്തിയും മണ്ണിടിച്ചിലിൽ തകർന്നിട്ടുണ്ട്. മണ്ണിനടിയിൽ കുടുങ്ങിയ 6 പേരെ രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് മാറ്റി എന്നുള്ള വിവരമാണ് ഒടുവിലായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 30 പേർ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നതായും സംശയമുണ്ട്. രക്ഷാപ്രവർത്തനം പുരോഗമിച്ചു വരികയാണ്. കഴിഞ്ഞ ദിവസം മുതൽ അതിതീവ്ര മഴയാണ് വയനാട്ടിലുണ്ടായത്. കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്നും റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തുരങ്കപാതയുടെ നിർമ്മാണം നടക്കുന്ന മീനാക്ഷി പാലത്തിന് സമീപമായിരുന്നു മണ്ണിടിച്ചിൽ. കനത്ത മഴ കാരണം നിർമ്മാണ ജോലികൾ കഴിഞ്ഞ ദിവസം തന്നെ നിർത്തിവച്ചിരുന്നതാണ്. പ്രദേശത്തുണ്ടായിരുന്നവരാണ് ഇപ്പോൾ മണ്ണിനടിയിൽ കുടുങ്ങിയത് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. വാഹനങ്ങളും മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അഗ്നിരക്ഷാ സേന അടിയന്തര രക്ഷാപ്രവർത്തനം നടത്തി വരുന്നുണ്ട്. ദുരന്ത നിവാരണ സേനാ അംഗങ്ങൾ പ്രദേശത്തേക്ക് ഉടൻ തന്നെ എത്തിച്ചേരും എന്നുള്ള വിവരമാണുള്ളത്. തിങ്കളാഴ്ചയും ചൊവ്വാഴ്ച പുലർച്ചെയും ഈ മേഖലയിൽ കനത്ത മഴയായിരുന്നു അനുഭവപ്പെട്ടത്. നിർമ്മാണ മേഖലയിൽ ഉൾപ്പെടെ അതീവ ജാഗ്രത പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നത്. എന്നാൽ 50ഓളം തൊഴിലാളികളും ബസ്സും മണ്ണിനുള്ളിൽ കുടുങ്ങിക്കിടക്കുകയാണ് എന്നാണ് നാട്ടുകാരുടെ പക്ഷം. 2 മരണവും ഇതിനോടകം സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. എന്നാൽ മീനാക്ഷി പാലത്തിന് സമീപത്തുണ്ടായ ഈ മണ്ണിടിച്ചിൽ സാധ്യത സംബന്ധിച്ച നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നാണ് പൊതുമരാമത്ത് വകുപ്പ് വിശദീകരിച്ചിരിക്കുന്നത്. പദ്ധതി പ്രദേശത്ത് കൂട്ടിയിട്ട മണ്ണ് കാരണം മഴക്കാലത്ത് സോയിൽ പൈപ്പിംഗ് സ്ലോപ്പ് സ്റ്റെബിലിറ്റി പ്രതിഭാസമോ കാരണം ഒരു അപകടമുണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നും വേണ്ട മുൻകരുതൽ എടുക്കണമെന്നും PWD ജൂൺ 25-ന് ചേർന്ന അവലോകന യോഗത്തിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നതായും യോഗത്തിന്റെ മിനിറ്റ്സ് PWD പുറത്തുവിട്ടിരിക്കുന്നു എന്നുള്ള വിവരവുമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. തുരങ്കപാതയുടെ മണ്ണ് അശാസ്ത്രീയമായി കൂട്ടിയിട്ടതാണ് അപകടത്തിന് കാരണമെന്ന് മന്ത്രി T സിദ്ദിഖും പ്രതികരണം അറിയിച്ചിരിക്കുകയാണ്. അതേസമയം ഇപ്പോഴും മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് കനത്ത മഴയാണ് അനുഭവപ്പെടുന്നത്. ഇതിലൂടെ രക്ഷാപ്രവർത്തനവും ഏറെ ദുഷ്കരമായി മാറിയിരിക്കുകയാണ്. പ്രദേശത്ത് നിന്നും ആളുകളെ മാറ്റി തുടങ്ങിയിട്ടുണ്ട്. സമീപത്തെ ഒരു വീടും പള്ളിയും പൂർണ്ണമായും തകർന്നിട്ടുണ്ട് എന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. സ്ഥലത്തെ ബസ് സ്റ്റോപ്പും പാലവും മണ്ണിനടിയിൽ തന്നെയാണ്. ജോലിക്കാർ 15 പേരോളമാണ് ക്യാബിനകത്ത് ഉണ്ടായിരുന്നതായുള്ള വിവരങ്ങൾ. പ്രദേശത്ത് തട്ടുകട നടത്തിയിരുന്ന കുടുംബവും മണ്ണിനടിയിൽ പെട്ടോ എന്നുള്ള സംശയവും നിലനിൽക്കുന്നുണ്ട്. രക്ഷാപ്രവർത്തനത്തിലൂടെ പുറത്തെടുത്തതിൽ ഒരാളുടെ നില അതീവ ഗുരുതരമെന്നുള്ള വിവരവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ആശുപത്രിയിൽ എത്തിച്ചവരെല്ലാം തന്നെ അതിഥി തൊഴിലാളികളുമാണ്. വയനാട് കള്ളാടിയിൽ മീനാക്ഷി പാലത്തിന് സമീപമാണ് മണ്ണിടിച്ചിലുണ്ടായത്. അതേസമയം മണ്ണിടിച്ചിലിന്റെ പശ്ചാത്തലത്തിൽ മന്ത്രിമാരോട് വയനാട്ടിലേക്ക് എത്താനാണ് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ജില്ലയിൽ നിന്നുള്ള മന്ത്രി T സിദ്ദിഖുമായി മുഖ്യമന്ത്രി VD സതീശൻ അടിയന്തര കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാനും കോഴിക്കോടുള്ള സംഘത്തോടും വയനാട്ടിൽ എത്താൻ നിർദ്ദേശവും നൽകിയിരിക്കുകയാണ്. വയനാട് ജില്ലാ കളക്ടറുമായും മുഖ്യമന്ത്രി ഫോണിൽ സംസാരിച്ച ശേഷം നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുകയാണ്.